എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. അത് ചൈനം നിത്യജാതം നിത്യം വാ മന്യസേ മൃതം തഥാപി ത്വം മഹാബാഹോ നൈനം ശോചിതുമർഹസി. സാരം: അതല്ല, ആത്മാവ് ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ, നിനക്ക് ദുഃഖിക്കാൻ ഇല്ല. ഭാവാർത്ഥം: ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലെയുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഗീതോപദേശം ചെയ്ത കാലത്ത് അങ്ങനെ ചിലരുണ്ടായിരുന്നുവെന്ന് വേണം കരുതാൻ. ലോകയാദികൾ എന്നും വൈഭാഷികർ എന്നുമുള്ള പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഭൗതിക സങ്കലനത്തിൻ്റെ പരിപക്വാവസ്ഥയിൽ ജീവൻ്റെ ആവിർഭാവം ഉണ്ടാകുമെന്ന് അത്തരക്കാർ കരുതുന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും ഏതാണ്ട് ഇതുപോലെ ചിന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം. ഒരു പ്രത്യേക ഘട്ടത്തിൽ ഭൗതികദ്രവ്യങ്ങളും രാസവസ്തുക്കളും തമ്മിൽ സവിശേഷ രീതിയിൽ പ്രതിപ്രവർത്തനം നടക്കുമ്പോൾ അതിൽ ജീവൻ്റെ ലക്ഷണങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ സിദ്ധാന്തമാണ് നരവംശാസ്ത്രത്തിൻ്റെ അടിത്തറ. ഇക്കാലത്ത് അമേരിക്കയിൽ പരിഷ്കാരമായി മാറിക്കൊണ്ടിരിക്കുന്ന അനേകം മതാഭാസന്മാർ ഈ തത്വശാസ്ത്രത്തെയും ശൂന്യതാവാദത്തിൽ അടിയുറച്ച ഭക്തിരഹിതങ്ങളായ ബൗദ്ധവിഭാഗങ്ങളെയും പിന്താങ്ങുന്നുണ്ട്. ശ്ലോകം 27. ജാതസ്യ ഹി ധ്രുവോ മാ മൃത്യോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാദ് പരിഹാര്യോർത്ഥേ ന ത്വം ശോചിതുമർഹസി. സാരം: ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തൻ്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെപ്പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഭാവാർത്ഥം: ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജന്മമെടുക്കേണ്ടി വരുന്നു. ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മമെടുക്കുവാൻ വേണ്ടി മരിക്കുകയും വേണം. ഇപ്രകാരം ഒരാൾ ഒന്നിനു പിറകെ ഒന്നായുള്ള ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് മോചനമില്ലാതെ ഉഴലുന്നു. ഇത് അനാവശ്യമായ യുദ്ധത്തെയോ വധത്തെയോ സാധൂകരിക്കുന്നില്ല. എങ്കിലും മനുഷ്യ സമൂഹത്തിൽ നീതിപാലനത്തിനു വേണ്ടി യുദ്ധവും ഹിംസയും ഒഴിച്ചുകൂടാതെ വരുന്നു. കുരുക്ഷേത്ര യുദ്ധം ഈശ്വരകൽപ്പിതമാകയാൽ അനിവാര്യമാണ്. നീതിക്കു വേണ്ടിയുള്ള സമരം ക്ഷത്രിയധർമ്മവും അത്രേ. സ്വധർമ്മം നിറവേറ്റേണ്ട അർജുനൻ ബന്ധുക്കളുടെ മരണത്തെപ്പറ്റി ഖേദിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതെന്തിന്? ഈ നിയമം അർജുനൻ ലംഘിക്കാൻ പാടില്ല. ലംഘിച്ചാൽ അർജുനൻ വളരെയധികം ഭയപ്പെട്ടിരുന്ന അതേ പാപപ്രതികരണങ്ങൾക്ക് തന്നെ അദ്ദേഹം വിധേയനാകും. തൻ്റെ ശരിയായ കർത്തവ്യം നിർവഹിക്കാത്തതുകൊണ്ട് മാത്രം ബന്ധുജനങ്ങളുടെ മരണം തടയാൻ അർജുനന് സാധിക്കുമായിരുന്നില്ല. മാത്രമല്ല, തെറ്റായ കർമ്മപഥം തിരഞ്ഞെടുത്തതുകൊണ്ട് അദ്ദേഹം തരം താഴ്ന്നു പോവുകയും ചെയ്തേനെ. ശ്ലോകം 28. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. സാരം: സൃഷ്ടിയിലെ ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെയിരിക്കെ വ്യസനത്തിൻ്റെ ആവശ്യമെന്ത്? ഭാവാർത്ഥം: ആത്മസത്തയിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമായി രണ്ട് വിഭാഗം തത്വജ്ഞാനികളുണ്ട്. രണ്ടു വിധത്തിൽ നോക്കിയാലും ദുഃഖത്തിന് കാരണമില്ലെന്ന് സ്പഷ്ടമാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമ്മ അനുയായികൾ നാസ്തികരെ എന്ന് വിളിക്കുന്നു. വാദത്തിന് വേണ്ടി ആ നാസ്തിക സിദ്ധാന്തം സ്വീകരിച്ചാൽ കൂടി ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ആത്മാവിന് പ്രത്യേകമായ നിലനിൽപ്പുണ്ട്. സൃഷ്ടിക്ക് മുൻപ് ഭൗതിക മൂലധാതുക്കളിൽ ആത്മാവിൻ്റെ സാന്നിധ്യമില്ല. അവ അവ്യക്തദശയിലുമാണ്. സൂക്ഷ്മമായ ഈ അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭാവമുണ്ടാകുന്നു. ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അതിൽ നിന്നു ജലം, ജലത്തിൽ നിന്ന് ഖരവസ്തുക്കൾ, ഭൂമി എന്നീ ക്രമത്തിൽ ഉരുത്തിരിയുന്നു. ഭൂമിയിൽ നിന്ന് വിവിധ ആവിർഭാവങ്ങൾ ഉളവാകുന്നു. ഉദാഹരണമായി, ഭൂമിയിൽ നിന്നുളവാകുന്ന ഒരു പടുകൂറ്റൻ കെട്ടിടമെടുക്കുക. അത് തകർന്നടിയുമ്പോൾ വീണ്ടും അവ്യക്തദശയിലെത്തുന്നു. അവസാനം അണുപ്രായമായി തീരുകയും ചെയ്യുന്നു. ഊർജ്ജസന്തുലന നിയമം ലംഘിക്കപ്പെടുന്നില്ല. കാലഗതിയിൽ വസ്തുക്കൾ ആവിർഭവിക്കുന്നു, മറയുന്നു എന്ന വ്യത്യാസമേയുള്ളൂ. അപ്പോൾ ആവിർഭാവത്തിലോ
തിരോഭാവത്തിലോ ദുഃഖിക്കാൻ എന്തുണ്ട്? തിരോഭാവദശയിലും ഒന്നും നശിക്കുന്നില്ലല്ലോ. ആരംഭത്തിലും അവസാനത്തിലും മൂലകങ്ങളെല്ലാം അവ്യക്തദശയിൽ തന്നെ. മധ്യദശയിൽ മാത്രമേ ആവിർഭാവമുള്ളൂ. സാരമായ ഭൗതിക വ്യത്യാസങ്ങളൊന്നും അതുണ്ടാക്കുന്നില്ല താനും. ശ്ലോകം 29. ആശ്ചര്യവത് പശ്യതി കച്ചിദേനം ആശ്ചര്യവദ്ധതി സദൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യശ്രണേതി ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. സാരം: ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു. മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭാവാർത്ഥം: ഗീതോപനിഷത്ത് മിക്കവാറും ഉപനിഷത്ത് സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ളതാകയാൽ ഈ സൂക്തം കഠോപനിഷത്തിൽ കാണുന്നതിൽ അത്ഭുതമില്ല. ഭീമാകാരമായ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിലും പടുകൂറ്റൻ വടവൃക്ഷത്തിലും 1 ഇഞ്ചും മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വിസ്മയകരമത്രേ. വ്യക്തിഭാവമാർന്ന അണുമാത്രനായ ആത്മസ്ഫുലിംഗത്തിനെ കുറിച്ചുള്ള അദ്ഭുത രഹസ്യങ്ങൾ അജ്ഞരും തപശ്ചര്യകളൊന്നും ഇല്ലാത്തവരുമായ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. പ്രപഞ്ചത്തിലെ പ്രഥമ ജീവസത്തയായ ബ്രഹ്മാവിനും ജ്ഞാനം പകർന്നുകൊടുത്ത പ്രാമാണികൻ ഒരുപക്ഷെ ഇത് വിശദീകരിച്ചു കൊടുത്തു എന്നിരിക്കലും അവർക്കിത് മനസ്സിലാവുകയില്ല. നന്നേ സൂക്ഷ്മമായ ഒരണുവിന് ഏറ്റവും വലുതും അതേസമയം ഏറ്റവും ചെറുതുമാകാൻ കഴിയുമെന്ന് സ്ഥൂലമായ ഭൗതികതാബോധമുള്ളതുകൊണ്ട് ആധുനിക മനുഷ്യരിൽ ഭൂരിപക്ഷത്തിനും ചിന്തിക്കാനാവില്ല. അവർ ആത്മാവിനെ ഘടന കൊണ്ടോ വിഷയമെന്ന നിലക്കോ ആശ്ചര്യമെന്ന് കരുതുന്നു. മായാമോഹിതരായ ജനങ്ങൾ ഇന്ദ്രിയ സംതൃപ്തിക്കു വേണ്ടിയുള്ള വസ്തുക്കളിൽ ആകൃഷ്ടരായിത്തീരുന്നു. ആത്മജ്ഞാനം ഇല്ലാത്തതുമൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലേക്ക് കലാശിക്കൂ എന്നത് വാസ്തവമാണെങ്കിലും അവർക്ക് ആ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആത്മാവിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടു തന്നെ ഭൗതിക ക്ലേശങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ എന്നു വരാം. ശ്ലോകം 30. ദേഹി നിത്യമവധ്യോയം ദേഹി സർവസ്യ ഭാരത തസ്മാൽ സർവാണി ഭൂതാനി ന ത്വം ശോചിതുമർഹസി. സാരം: ഹേ ഭാരത, ദേഹി അനശ്വരനാണ്. അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെക്കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഭാവാർത്ഥം: ശ്രീ ഭഗവാൻ പരിണാമാതീതനായ ആത്മാവിനെക്കുറിച്ചുള്ള വിവരണം ഇവിടെ നിർത്തുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അനശ്വരനായ ആത്മാവിനെ വിവിധ രീതികളിൽ വർണ്ണിച്ചതിന് ശേഷം ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരവുമാണെന്ന് സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഒരു ക്ഷത്രിയനെന്ന നിലക്ക് അർജുനൻ തൻ്റെ മുത്തച്ഛനായ ഭീഷ്മനും ഗുരുവര്യനായ ദ്രോണരും യുദ്ധത്തിൽ മരിച്ചേക്കുമെന്ന് ഭയന്ന് കർത്തവ്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഭൗതിക ശരീരത്തിനതീതമായ ഒരാത്മാവുണ്ടെന്ന് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ആത്മാവ് എന്നൊന്ന് ഇല്ലെന്നോ രാസപദാർത്ഥങ്ങളുടെ സമ്മിശ്രണ ഫലമായ ഭൗതിക പരിണാമത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവൻ്റെ ലക്ഷണങ്ങൾ ആവിർഭവിക്കുകയാണെന്നോ പറയുന്നതല്ല ശരി. ആത്മാവിന് ശാശ്വതത്വമുണ്ടെന്നിരിക്കലും ഹിംസ ആശ്വാസ്യമല്ല. എങ്കിലും ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ അതിനെ അപലപിക്കാനും വയ്യ. ദൈവഹിതമനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാകരുത്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ.